നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹദിനത്തിൽ പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നവവധു മരണത്തിന് കീഴടങ്ങി. അഞ്ചുകുന്ന് കാവുങ്ങും തൊടിക മമ്മൂട്ടി ജുബേരിയ ദമ്പതികളുടെ മകൾ 21-കാരിയ ഷഹാന ഫാത്തിമയാണ് മരിച്ചത്. ഈ മാസം 11-നാണ് ഷഹാനയും വൈത്തിരി സ്വദേശി അർഷാദ് തമ്മിലുള്ള നിക്കാഹ് നടന്നത്. വിവാഹത്തിനു മുമ്പ് ചെറിയ പനിയും മറ്റുമുണ്ടായിരുന്ന ഷഹനയെ ചടങ്ങിനു ശേഷം പനി ശക്തമായതിനെ തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മരിച്ചത്. അതിനിടെ കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ പാടുപെടുന്നതിനിടെ കണ്ണൂരിൽ ചെള്ളുപനിയും എത്തി. ചെള്ളുപനി ബാധിച്ച് ചികിത്സയിലായിരുന്ന പുരളിമലയ്ക്കടുത്തെ മധ്യവയസ്കൻ ശനിയാഴ്ച മരിച്ചു. രോഗം സങ്കീർണമായി ആന്തരികാവയവങ്ങളെ ബാധിച്ച ശേഷമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടിയത്. നിസ്സാരമായി കാണേണ്ടതല്ല ഈ രോഗം. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ശാസ്ത്രീയമായി ചികിത്സിച്ചില്ല എങ്കിൽ അസുഖം ഗുരുതരമായി മരണത്തിന് കാരണമാകും. ഒറേൻഷ്യ സുസുഗാമുഷി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചെള്ളുപനി. എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയ കരണ്ടു തിന്നുന്ന ജീവികളിൽ നിന്നാണ് പൊതുവെ ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. മൃഗങ്ങളിൽ നിന്ന് നേരിട്ടല്ല രോഗാണുക്കൾ മനുഷ്യരിലെത്തുന്നത്. മൃഗങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ചെള്ളു വർഗത്തിൽപ്പെട്ട ജീവികളുടെ ലാർവേൽ ദശയായ ചിഗർ മൈറ്റുകൾ കടിക്കുന്നത് വഴിയാണ് മനുഷ്യരിലേക്ക് രോഗം പടരുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പടരില്ല. ചെള്ളിന്റെ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ബാക്ടീരിയ രക്തത്തിലേക്ക് കടന്ന് പെരുകുന്നു. ലാർവൽ മൈറ്റ് കടിച്ചാൽ 2 ആഴ്ചയ്ക്കകം രോഗലക്ഷണം ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. വസ്ത്രങ്ങൾ കഴുകി നിലത്തോ പുല്ലിലോ ഉണക്കരുത്. ചെള്ളുപനി പ്രതിരോധിക്കുന്നതിനായി എലിനശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണം. ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കണം. വസ്ത്രങ്ങൾ കഴുകി നിലത്തോ പുല്ലിലോ ഉണക്കുന്ന ശീലം ഒഴിവാക്കുക. വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൈറ്റുകൾ ശരീരത്തിലേക്ക് എത്താം. ജോലിക്കായി പുല്ലിലും മറ്റും ഇറങ്ങുമ്പോൾ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ, വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ എന്നിവ ധരിക്കുക. മൈറ്റുകളുടെ സാന്നിധ്യം സംശയിക്കുന്നെങ്കിൽ കടിയേൽക്കാതിരിക്കാൻ സഹായിക്കുന്ന ലേപനങ്ങൾ ശരീരത്തിൽ പുരട്ടുക. കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിച്ചാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. ഓറിയൻഷ്യ സുസുഗാമുഷി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചെള്ളുപനി അഥവാ സ്ക്രാബ് ടൈഫസ്. പ്രധാനമായും എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയ കരണ്ടു തിന്നുന്ന ജീവികളാണ് ഈ രോഗാണുക്കൾ കാണപ്പെടുന്നത്. എന്നാൽ മൃഗങ്ങളിൽ ഇത് രോഗമുണ്ടാക്കുന്നില്ല. ചെറുപ്രാണികളായ മൈറ്റുകളുടെ ലാർവാദശയായ ചിഗർ മൈറ്റുകൾ വഴിയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്നത്. ചിഗർ മൈറ്റ് കടിച്ച് 10 മുതൽ 12 ദിവസം കഴിയുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചിഗർ കടിച്ച ഭാഗം തുടക്കത്തിൽ ഒരു ചെറിയ ചുവന്ന തടിപ്പായി പാടായി കാണുകയും പിന്നീട് കറുത്ത വ്രണമായി മാറുകയും ചെയ്യുന്നു. കക്ഷം, കാലിന്റെ ഒടി, ജനനേന്ദ്രിയങ്ങൾ, കഴുത്ത് തുടങ്ങിയ ശരീരഭാഗങ്ങളിലാണ് സാധാരണ ഇത്തരം പാടുകൾ കാണാറ്. വിറയലോടുകൂടിയ പനി, തലവേദന, കണ്ണുചുവക്കൽ, കടലവീക്കം, പേശിവേദന, വരണ്ട ചുമ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ചുരുക്കം ചിലരിൽ തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാറുണ്ട്. അതിനാൽ രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ വൈദ്യസേവനവും തേടേണ്ടതാണ്.